സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ച് കൃത്യമായ ധാരണയുള്ളവർക്ക് വേണ്ടി വീട് പണിയുക എന്നത് എഞ്ചിനീയറിനെയോ ആർക്കിടെക്റ്റിനെയോ സംബന്ധിച്ച് സന്തോഷകരമായ ജോലിയാണ്. അത്തരത്തിൽ ഫോക്കസ് ബിൽഡേഴ്സ് പുതുതായി നിർമ്മിച്ച ഭവനമാണിത്. തിരുവനന്തപുരം ജില്ലയിലെ നാലാഞ്ചിറ എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 1330 സ്ക്വയർ ഫീറ്റ് വരുന്ന ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ കം സ്റ്റോർ, അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയ 2 ബെഡ്റൂംസ് എന്നിവയാണുള്ളത്. (1081 സ്ക്വയർ ഫീറ്റ് വരുന്ന ഫസ്റ്റ് ഫ്ലോറിൽ ബാൽക്കണി, അപ്പർ ലിവിംഗ്, യൂട്ടിലിറ്റി സ്പേസ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയ 2 ബെഡ്റൂംസ് എന്നിവയാണുള്ളത്. സിറ്റ് ഔട്ട് കയറി വരുന്നത് ലിവിങ്ങിലേക്കാണ്. സോഫ സീറ്റിംഗ്, TV യൂണിറ്റ്, പ്രെയർ യൂണിറ്റ് എന്നിവയാൽ ലിവിംഗ് സ്പേസ് വളരെ ഭംഗിയായി അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇന്റീരിയർ പാർട്ടീഷൻ വോൾ നൽകിയാണ് ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും വേർതിരിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഡൈനിങ് വളരെ സ്പേഷ്യസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്റീരിയർ ക്രോക്കറി ഷെൽഫും ബേ വിൻഡോയുമാണ് ഡൈനിങ് സ്പേസിൻ്റെ കൂട്ടിച്ചേർക്കലുകൾ. സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് പെബിൾ കോട്ടിനോട് കൂടിയ വാഷ് കൗണ്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലോസ്ഡ് ടൈപ്പ് കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. വിശാലമായ കിച്ചന് ചേർന്ന് തന്നെ വർക്ക് ഏരിയ കം സ്റ്റോർ റൂമും കാണാം. അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയ 2 ബെഡ്റൂംസ് ആണ് വളരെ സ്പേഷ്യസ് ആയി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്.
കയറി വരുന്നത് ഒരു മൾട്ടിപർപ്പസ് ഹാളിലേക്കാണ്. അതിനോട് ചേർന്ന് തന്നെ അപ്പർ ലിവിങ്ങും സോഫ സീറ്റിംഗ്, TV യൂണിറ്റ് സൗകര്യങ്ങളോട് കൂടി നൽകിയിരിക്കുന്നു. അപ്പർ ലിവിങ്ങിന് അടുത്തായിട്ടാണ് കോമൺ ബാൽക്കണി നൽകിയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ പോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിനോട് കൂടിയ 2 ബെഡ്റൂംസ് ആണ് ഫസ്റ്റ് ഫ്ലോറിലും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്റീരിയർ വാർഡ്രോബ്സ് എല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷൻ കണ്ടംപററി സ്റ്റൈലിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടും ഒരു ഫാമിലിക്ക് കഴിയാവുന്ന മുഴുവൻ സൗകര്യങ്ങളും ഈ വീടിനുണ്ട്. ഈ വീടിൻ്റെ ഓണർ ജോൺ മാത്യു സാറിനും കുടുംബത്തിനും ഫോക്കസ് ബിൽഡേഴ്സിൻ്റെ 1000 ആശംസകൾ. താങ്ക് യു. എൻ്റെ പേര് ജോൺ മാത്യു എന്നാണ്. ഞാൻ സെൻട്രൽ GSTയിൽ വർക്ക് ചെയ്യുകയാണ് ഇൻസ്പെക്ടറായിട്ട്. ഞങ്ങൾ ഇവിടെ വീട് വെച്ചിരിക്കുന്ന സ്ഥലം നാലാഞ്ചിറയാണ്, യുഎൻഎസ് കോളേജിൻ്റെ ഒക്കെ അടുത്ത്. ഞങ്ങൾ ഈ വീട് വെക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ കുറേ ബിൽഡേഴ്സിനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചു. കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ളൊരു ബിൽഡറാണ് ഫോക്കസ് ബിൽഡേഴ്സ്. അവരുമായിട്ടൊക്കെ സംസാരിച്ച് വന്നപ്പോൾ അതിനെക്കുറിച്ച് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ വീട് വെക്കുന്നതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയാസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അവരുടെ ഒരു ടേംസും കണ്ടീഷൻസും ഒക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ നമ്മൾ അവരെ വിളിച്ച് അവർ ചെയ്ത വർക്കിൻ്റെ ഒക്കെ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. അങ്ങനെ റേറ്റ്സ് മറ്റ് കാര്യങ്ങളൊക്കെ അവർ മുൻകൂട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറഞ്ഞു. അങ്ങനെ നമുക്ക് നമ്മൾ അവരായിട്ട് അഗ്രിമെന്റിൽ എത്തുമായിരുന്നു. വീട് പണിയാൻ അവർ പറഞ്ഞിരുന്ന ടൈം പീരീഡ് ഒരു 9 months ആണ്. അപ്പോൾ ആ പീരീഡിനുള്ളിൽ തന്നെ അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറ്റിയതാണ്. ഞങ്ങളിതിൽ പ്ലാനിങ് ഫേസ് തൊട്ട് തന്നെ നമ്മുടെ ബിൽഡർ നല്ല അതിൻ്റെ ആർക്കിടെക്ട്സ് ആണെങ്കിലും ശരി, അതിൻ്റെ ഡിസൈനിങ് എല്ലാം വളരെ നമ്മളുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ സജഷൻസൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവരത് ചെയ്തേക്കുന്നത്. സോ അതുപോലെ നമ്മുടെ എല്ലാം ടീം, നമ്മുടെ മേസ്തിരി പണിക്കാരാണെങ്കിലും നമ്മുടെ ടെക്നീഷ്യൻസ്, മറ്റ് പ്ലംബർ, ഇലക്ട്രീഷ്യൻസ് എല്ലാവരും നല്ല ടൈംലി ആയിട്ട് തന്നെ വർക്ക് കറക്റ്റായിട്ട് ചെയ്ത് തന്നിട്ട് വർക്ക് പക്കയാണ്. ഫോക്കസ് ബിൽഡേഴ്സിനോട് നമ്മൾ താങ്ക്സ് പറയുന്നു. നല്ല ഫോർ യുവർ സപ്പോർട്ട്.
നമ്മളിവിടെ ഇൻറ്റീരിയറിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒത്തിരി സജഷൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫോക്കസിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ കുറച്ച് ഐഡിയാസ് ഇങ്ങോട്ടും പറഞ്ഞു തന്നു, നമ്മൾ കുറച്ച് അങ്ങോട്ടും പറഞ്ഞു. അങ്ങനെ എല്ലാം കൂടെ മിങ്കിൾ ചെയ്ത് നല്ലൊരു ഇൻറ്റീരിയർ വർക്കാണ് ഇവിടെ ചെയ്തേക്കുന്നത്. നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആണ്. കിച്ചൻ്റെ വർക്കാണേലും വാർഡ്രോബിൻ്റെ വർക്കാണേലും അലുമിനിയത്തിൻ്റെ ഇതിലാണ്. അത് അവരുടെ സജഷനായിരുന്നു അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നല്ലതായിരുന്നു. കിച്ചണിലൊരു ടേബിൾ ഇട്ടിട്ട് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള നമുക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ കിട്ടുന്ന രീതിക്കാണ് അവരതൊക്കെ അറേഞ്ച് ചെയ്ത് തന്നത്. വാർഡ്രോബ് ആണെങ്കിലും റൂംസിലാണെങ്കിലും ഇച്ചിരി സ്പേസ് തോന്നുന്ന രീതിക്കാണ് അവരതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പം ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു പ്രെയർ യൂണിറ്റ് വേണം, ഇങ്ങനെ സെപ്പറേഷൻ, അതൊക്കെ നല്ല രീതിക്ക് തന്നെ അവർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനോട് ഫോക്കസ് ബിൽഡേഴ്സിനോട് നന്ദി പറയും.